ഹായ് ഹലോ. മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? അങ്ങനെ നമ്മുടെ വലിയപ്പച്ചൻ പുനലൂരിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അലീന കൊച്ചിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അലീനയോട് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ലാലിച്ചൻ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. വലിയപ്പച്ചൻ എന്തെടുക്കുക, അവിടെ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ അന്നുണ്ടായ സംഭവങ്ങളൊക്കെ നമ്മുടെ അലീന പറയുന്നുണ്ട് കേട്ടോ. അവിടെ ഇന്ന് റീത്തമ്മ വന്നിരുന്നു, കൂട്ടി ടെൽസയും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവൾ വന്നിട്ട് എന്തുണ്ടായി? അവൾ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഒരു നാവൊന്നുമല്ല, അവൾക്ക് 7 നാവ് ഉണ്ടായിരിക്കും. ലാലിച്ചനും അവളുമായിട്ട് എപ്പോഴും വഴക്കാണ്. ആദ്യം ഞാനായിട്ടായിരുന്നു എപ്പോഴും വഴക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തിനാണ് ലാലിച്ചനുമായിട്ട് വഴക്കുണ്ടാവുന്നതെന്നൊക്കെ അലീന ചോദിക്കുന്നുണ്ട്. ലാലിച്ചനും ഫാമിലിയും നല്ലപോലെ നിൽക്കുന്നത് റീത്താമ്മയ്ക്ക് ഇഷ്ടമല്ല. റീത്തമ്മയും എൽസമ്മയും മക്കളൊക്കെ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ആ വീടൊക്കെ ലാലിച്ചന് എടുത്തു കൊടുത്തതാ. അതുപോലെ തന്നെ റീത്തമ്മയുടെ കയ്യിലുള്ള കാറും ലാലിച്ചന് എടുത്തു കൊടുത്തതാ. അവർക്ക് വേണ്ടത് നമ്മുടെ ലാലിച്ചന്റെ പൈസയാണ്. അപ്പം ആ സമയത്ത് എൽസമ്മയും മക്കളും ലാലിച്ചന്റെ കൂടെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ റീത്തമ്മയ്ക്ക് അത്രയും പൈസ സ്വരൂപിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് റീത്തമ്മ അവരെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിന്റെ പിന്നിലുള്ള റീത്തമ്മയുടെ ഈ കടുത്ത കഴിയൊക്കെ നമ്മുടെ അലീന ഇപ്പോഴാണ് അറിയുന്നത്. റീത്തമ്മ ആരാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, ആനപ്പച്ചേട്ടനാണ് എന്നോട് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ എൽസമ്മയുടെ ചേച്ചിയാണ് റീത്തമ്മ. അവൾക്ക് ഒരുമാതിരി സ്വഭാവമാണ്. അവൾ എവിടെ പ്രശ്നമില്ലാത്ത സ്ഥലമാണോ അവിടെയൊക്കെ വന്ന് പ്രശ്നമുണ്ടാക്കും. എല്ലായിടത്തും വന്ന് ബോംബിട്ട് പോകുന്നവളാണ് അവൾ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഏകദേശം റീത്തമ്മയുടെ ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലായി. അലീനയാണെങ്കിൽ പറയുന്നുണ്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ടെൽസയ്ക്ക് നല്ല സ്വഭാവമാണ്. അവൾ എന്തായാലും എന്നോട് വന്ന് മിണ്ടി, അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി. അവൾക്ക് ഇവിടുന്ന് പോകാൻ ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. അവളെ പിടിച്ചു വലിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അവൾക്കൊരു ചേച്ചിയും അനിയനും ഒക്കെ ഉള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് നമ്മുടെ വലിയപ്പച്ചൻ. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അലീനയ്ക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. കാരണം വീണ്ടും ഒരു സ്ഥലത്ത് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന് അറിയുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായി. കാരണം കടപ്പാട്ടൂരിലെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവൾ ഇങ്ങോട്ട് തന്നെ വന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ അതിനേക്കാൾ വലിയ പ്രശ്നമായിരുന്നു അവൾക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവരെന്നെ ഭീഷണിപ്പെടുത്തിയ കാര്യമൊക്കെ അവൾ പറയുന്നുണ്ട്. 90 ദിവസത്തിനുള്ളിൽ എന്നോട് ഇവിടുന്ന് പോവാനാണ് പറയുന്നത്. എന്തായാലും ഒരു വരവ് അവരിങ്ങോട്ട് തന്നെ വരും, കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോവേണ്ടി വരുമല്ലേ വല്യപ്പച്ചാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ എന്തിനാ അവിടെ നിന്ന് പോകുന്നത്? നിന്നെ ആട്ടിയിറക്കാൻ അവിടെ ആർക്കും കഴിയില്ല. ലാലിച്ചനോടാണ് അവരുടെ കളി. എന്തായാലും ലാലിച്ചനും അവളും തീരെ ഒക്കത്തില്ല. അവളോട് ജയിക്കാൻ ഒരിക്കലും ലാലിച്ചന് കഴിയത്തില്ല. പേടിച്ചിട്ടൊന്നുമല്ല, പക്ഷെ ലാലിച്ചന് ഒരു നാക്കല്ലേ ഉള്ളൂ, അവൾക്ക് 7 നാക്കാണ്. അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നീ അവിടുന്ന് പോകുന്നു വേണ്ട, നിന്നെ ഇറക്കാനൊന്നും ആർക്കും പറ്റില്ല എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ വലിയപ്പച്ചൻ അവൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പറഞ്ഞയച്ചാലും കുഴപ്പമില്ല, ഞാൻ ഒറ്റയല്ലേ. ലാലിച്ചന് സ്വന്തമായിട്ട് ഭാര്യയും മക്കളൊക്കെ ഇല്ല, അപ്പം അവർക്കല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും നീ അവിടെ നിന്ന് പോയി കഴിഞ്ഞാലും പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല മോളെ. നീ വരുന്നതിന് മുൻപും അവർ സെപ്പറേറ്റ് ആയിട്ടല്ലേ കഴിയുന്നത്. പിന്നെ നീ പോയി കഴിഞ്ഞെന്ന് വിചാരിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല. റീത്തമ്മ ഉള്ളിടത്തോളം കാലം ഇതൊന്നും ഒരിക്കലും നടക്കത്തില്ല. ലാലിച്ചന്റെ പൈസ കണ്ടിട്ടാണ് റീത്തമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലാലിച്ചന്റെ കൂടെ എൽസമ്മയെ താമസിക്കാൻ വരെ റീത്തമ്മ സമ്മതിക്കാത്തത്. ഇതൊക്കെ കേൾക്കുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൽസമ്മ എന്തിനാ ഇതിനൊക്കെ സമ്മതിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മുടെ വലിയപ്പച്ചൻ പറയുന്നുണ്ട് എൽസമ്മയുടെ എല്ലാ കാര്യങ്ങളും പറയുന്നതും ചെയ്യുന്നതൊക്കെ റീത്തമ്മയാണ്. അവൾക്ക് ലാലിച്ചൻ കൊടുക്കുന്ന പൈസ വരെ കൈകാര്യം ചെയ്യുന്നത് റീത്തമ്മയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും റീത്തമ്മയുടെ സ്വഭാവം ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അവൾ എന്തായാലും അടങ്ങാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. മോൾ എന്തായാലും വിഷമിക്കേണ്ട, അവിടെ നിന്ന് പോകേണ്ട ആവശ്യമില്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ ലാലിച്ചൻ നോക്കിക്കോളെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവിടുത്തെ പോലെ തന്നെ പ്രശ്നങ്ങൾ ഇവിടെയും ഉണ്ട് പുനലൂർ എന്ന് പറയുന്നുണ്ട്. അവിടെ എന്താ വലിയപ്പച്ച പ്രശ്നം എന്ന് അവൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ എന്തായാലും അവിടെ വന്ന വിവരം ഇവിടെ എൻ്റെ മക്കളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അവർക്കൊന്നും അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല ഈ കാര്യം. അതുകൊണ്ട് ഇവിടെയും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അയ്യോ, എല്ലായിടത്തും പ്രശ്നങ്ങളായോ ഞാൻ കാരണം? എന്തായാലും എനിക്കതിന് കുഴപ്പമില്ല. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും കാലം ഇല്ലാത്തൊരു മകളെ പെട്ടെന്നൊരു ദിവസം വന്ന് ലാലിച്ചിന്റെ കൂടെ താമസിക്കുക എന്ന് പറയുമ്പോൾ ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് വല്യപ്പച്ച എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവിടുത്തെ പ്രശ്നങ്ങളും ഇവിടുത്തെ പ്രശ്നങ്ങളും ആലോചിച്ച് നീ ടെൻഷൻ ആവണ്ട. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ അവിടെ ടെൻഷൻ അടിക്കാതെ സമാധാനമായിട്ട് ഇരിക്കൂ. ഇപ്പൊ നീ പോയി കിടന്നുറങ്ങിക്കോ, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വല്യപ്പച്ചൻ ഫോൺ കട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ സമാധാനം കൊടുക്കുന്നുണ്ട് അലീനയ്ക്ക്. എങ്കിൽ പോലും അവൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. കാരണം അവളുടെ കാര്യം ആലോചിച്ചിട്ടല്ല, ലാലിച്ചിന്റെ കാര്യം ആലോചിച്ചിട്ടാണ്. അതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്ന കടപ്പാട്ടൂരിലെ വിശേഷമാണ്. പുതിയൊരു വിശേഷമുണ്ട്. നമ്മളറിയാത്ത പുതിയ പുതിയ കഥാപാത്രങ്ങളൊക്കെ ഇപ്പോൾ സീരിയലിൽ ഉടലെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബബിക്ക് ഒരു അഫെയർ ഉണ്ടെന്നുള്ള കാര്യം നമ്മളിപ്പോഴാണ് അറിയുന്നത്. അവൾ നിരന്തരം അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിച്ചിട്ടൊന്നും അവൻ ഫോൺ എടുക്കുന്നില്ല. അവസാനം ഒരു വിധം കഴിഞ്ഞപ്പോൾ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട് മുൻപ്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവൾ അവനെ ഒരു ദിവസം വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വേലക്കാരിയെ കൊണ്ട് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ടാണ് അവൻ വഴക്കിടുന്നത്. നീ എന്തായാലും എന്നെ ബ്രേക്കപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, നിനക്ക്
നിനക്ക് നേരെ ചൊവ്വ പറഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പോൾ അടിപ്പിച്ച് എന്നെ വിട്ടില്ലേ, എന്തായാലും എനിക്കത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റിയില്ല. അടിച്ചതിലല്ല എനിക്ക് വിഷമം, നിനക്ക് നേരിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ആ ഒരു ഓട്ടപ്പാച്ചിലിൽ എന്നെ വണ്ടി ഇടിക്കാഞ്ഞത് തന്നെ ഭാഗ്യം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവളെന്തായാലും സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നിനും അവൻ അനുവദിക്കുന്നില്ല. അവനെന്തായാലും ഇവളുടെ ഭാഗത്ത് എന്തോ തെറ്റുണ്ട്, അതുകൊണ്ട് ഇത് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. ബബിയാണെങ്കിൽ പറയുന്നുണ്ട് അത് അങ്ങനെയല്ല അമലെ, ഇതിങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും അവൻ കേൾക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ. ഇടയിൽ വെച്ച് അവൾ അലീന ചേച്ചിയുടെ കാര്യം പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട് കേട്ടോ, ഒന്നും കൂടി പറ, നീ ഇപ്പൊ എന്താ പറഞ്ഞത് അലീന ചേച്ചി? ഇതിന്റെ മുൻപ് അലീന ചേച്ചി നീ എന്തൊക്കെ പറഞ്ഞിരുന്നു? ഇപ്പൊ നീ അലീന ചേച്ചി എന്റെ കാര്യത്തിന് ബ്രേക്കപ്പിന് കൂട്ടു നിൽക്കാൻ അലീന ചേച്ചി സഹായിച്ചപ്പോൾ അത് നിനക്ക് ചേച്ചിയായല്ലേ? അതിന്റെ മുൻപ് നീ അവരെ കുറിച്ച് എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാക്കുതർക്കമായിട്ടുണ്ട്. അവളാണെങ്കിൽ പറയുന്നുണ്ട്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ നീ ഇങ്ങനെ ഒന്നും ചെയ്യല്ലേ, ഈ ഒരു റിലേഷൻഷിപ്പിന് നീ ഇത്ര മാത്രം വാല്യൂ കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓ, വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നീ എന്നെ അടുപ്പിച്ചില്ലേ, എന്നിട്ട് നീ ആ റിലേഷൻഷിപ്പിന് എത്രമാത്രം വാല്യൂ കൊടുത്തു എന്നുള്ള കാര്യം എനിക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. എനിക്ക് എന്തായാലും കൂടുതലായിട്ടൊന്നും കേൾക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മുടെ ബബി പറയുന്നുണ്ട്, അങ്ങനെ എനിക്ക് ബ്രേക്കപ്പിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ വീണ്ടും വീണ്ടും നിന്നെ വിളിക്കേണ്ട ആവശ്യം, ഞാൻ ഒരുപാട് മെസ്സേജ് അയച്ചിട്ടും നീയല്ലേ ഒന്നും മൈൻഡ് ചെയ്യാതിരുന്നത്, അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ആവശ്യം ഉണ്ടെന്ന് നീ പറ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എന്തായാലും ഇപ്പോൾ എല്ലാം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീടൊന്നും വിളിച്ചിട്ട് ഒരിക്കലും ഫോൺ എടുത്തിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ കൃഷ്ണമോളുടെ കാര്യവും. കൃഷ്ണമോളെ അവളുടെ ക്ലാസ്സിലെ ഒരു ചെക്കൻ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ട്. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എല്ലാം പറയാമെന്ന് വിചാരിച്ച് നിൽക്കുക കേട്ടോ. എന്തായാലും അയാൾക്ക്, അതായത് ആ ചെക്കന് കൂട്ടായിട്ട് വന്നത് സ്വന്തം ഏട്ടൻ തന്നെയാണ്. സ്വന്തം ഏട്ടൻ ധൈര്യം കൊടുക്കുന്നുണ്ട്, നീ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയണം, അതുപോലെ പറയണം എന്നൊക്കെ പറഞ്ഞ് ധൈര്യമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൾക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ, എങ്ങനെ പറയുന്നൊക്കെ ആലോചിച്ചിട്ട്. എന്തായാലും കൃഷ്ണമോൾ വരുന്നുണ്ട്. ആ സമയത്ത് പറയാൻ വിചാരിച്ച ആൾ ഇതൊന്നും കാണുന്നില്ല. ടെൻഷൻ അടിച്ചിട്ട് കൃഷ്ണമോൾ നേരെ ബാഗും തൂക്കി നടന്നു പോവുകയാണ്. പിന്നെ ഏട്ടനും കാണിച്ചു കൊടുക്കുന്നുണ്ട്, ദേ പോകുന്ന അവൾ എന്നൊക്കെ പറഞ്ഞിട്ട്. വേണ്ട, നമുക്ക് പിന്നീട് പറയാമെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. പക്ഷേ ഏട്ടനാണെങ്കിൽ ഭയങ്കര സപ്പോർട്ട്, ഇപ്പോൾ തന്നെ പറ, ഞാൻ എന്തായാലും വിളിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അയാൾ നടന്നു പോകുന്ന കൃഷ്ണമോളെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവനോട് കാര്യം പറയുന്നുണ്ട്. അവനാണെങ്കിൽ അന്നേരം ഒന്നും അറിയാത്ത രീതിയിൽ എന്നോട് ഏട്ടൻ പറയാൻ പറഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നൊക്കെ ഉണ്ട്. അന്നേരം തന്നെ നമ്മുടെ കൃഷ്ണമോൾക്ക് കാര്യം മനസ്സിലായിട്ടോ. ഏട്ടൻ വല്ലതും പറഞ്ഞെന്ന് വിചാരിച്ച് നീ അത് പറയാൻ എന്നോട് നിൽക്കണോ? എന്തായാലും നീ പ്രപ്പോസ് ചെയ്യാൻ വന്നതെന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കാര്യം എന്തായാലും അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിൽ നിന്ന് സംസാരിക്കുന്ന പോലെയാണ് ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് വളരെ മോശമായിപ്പോയി. സ്വന്തം ബ്രദർ ഇങ്ങനെയാണോ അനിയന് പറഞ്ഞു കൊടുക്കേണ്ടത്? ഒന്നും അറിയില്ലേ, നാണമില്ലേ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് രണ്ടാളെയും കൃഷ്ണമോൾ പറഞ്ഞ് ചടപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവള് അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ അവനോട് ചൂടാവുന്നുണ്ട്. ഇതിനാണോ നീ എന്നെ വിളിച്ചു വരുത്തി ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ആ ചെക്കൻ എന്തായാലും ധൈര്യമില്ല അവളോട് കാര്യങ്ങളൊന്നും പറയാൻ. സ്വന്തം ക്ലാസ്മേറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ആ ഒരു ചടപ്പൊക്കെ അവനുണ്ട്. കൃഷ്ണമോൾ എന്തായാലും ആ ഒരു വഴിക്ക് ആ ഒരു രീതിയിലും സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ബബിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻഷിപ്പ് ഇത്രയും കാലം മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ആള്. പക്ഷെ അവളുടെ ചെക്കനും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ ഇപ്പോൾ ഏകദേശം ഒന്ന് ബ്രേക്കപ്പ് ആയ രീതിയിലാണ് സംസാരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ കുളത്തുപുഴയിലെ വീട് തന്നെയാണ്. ആ സമയത്ത് ആൻ്റപ്പ ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. നമ്മുടെ കേണൽ സാർ ആണെന്നുണ്ടെങ്കിൽ രാവിലത്തെ നടത്തൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ആൻ്റപ്പ ചേട്ടനോട് പൗലോസ് ചേട്ടൻ എവിടെ, പൗലോസ് ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കിയെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് ചോദിക്കുന്നുണ്ട്, പൗലോസും അലീനയും തമ്മിൽ ഇപ്പോൾ കിച്ചണിൽ വഴക്കുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വഴക്കൊന്നുമില്ല, ഇതിൻ്റെ മുൻപുണ്ടായിരുന്നു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാൻ പൗലോസിനോട് പറ, അലീനയെയും വിളിച്ചോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കേണൽ സാറ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നുണ്ട്. എല്ലാ സംഭവങ്ങളും വിഭവങ്ങളൊക്കെ മേശപ്പുറത്ത് ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ പൗലോസ് ചേട്ടൻ. അങ്ങനെ അലീനയെ വിളിച്ചോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൾക്ക് വേണ്ടാന്നാണ് പറഞ്ഞത്. ഇന്ന് അവൾക്ക് വ്രതമാണെന്ന് തോന്നുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ. ഇന്നെന്താ ഫ്രൈഡേ ആണോ, അല്ലെങ്കിൽ ആരുടെയും ഓർമ്മ ദിവസമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ലല്ലോ, പിന്നെ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അവൾ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചതാണ്, അവൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കണ്ടെന്ന് നേരത്തെ കിച്ചണിൽ വന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ പൗലോസ് ചേട്ടൻ പറയുന്നുണ്ട്. എന്തായാലും അവൾ മുൻകൂട്ടി തീരുമാനിച്ചതാണെന്ന് നമ്മുടെ കേണൽ സാറിന് മനസ്സിലായി. എന്നാലും അത് എന്തിനായിരിക്കും എന്ന് കേണൽ സാറിന് മനസ്സിലായിട്ടില്ല. പിന്നീട് പൗലോസിനോട് ചോദിക്കുന്നുണ്ട്, അലീന ഇപ്പോൾ കിച്ചണിൽ കയറാറുണ്ടോ, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇല്ല, ഇപ്പം അങ്ങനെ കിച്ചണിലൊന്നും കയറാറില്ല, പക്ഷെ എന്നാലും അലീന കൊച്ചിനെ എന്നോട് ഭയങ്കര വിരോധമാണെന്നൊക്കെ പൗലോസ് പറയുന്നുണ്ട് കേട്ടോ. അവൾക്ക് എന്തിനു നിന്നോട് വിരോധം? അവൾ ഇവിടെ വരുന്നതിന് മുൻപൊന്നും നിന്നെ പരിചയമില്ലായിരുന്നല്ലോ, പിന്നെ എന്തിനാ വിരോധം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ.
ചില ആളുകൾക്ക് ചിലരോട് ഒറ്റ നോട്ടത്തിൽ തന്നെ വൈരാഗ്യമൊക്കെ കാണുമല്ലോ. അതുപോലെ തന്നെ എന്നോടും എന്തോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവൾ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല, അങ്ങനെ പെരുമാറുന്ന ഒരാളും അല്ല എന്നൊക്കെ കേണൽ സാർ ഉറച്ചു പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മളറിയാത്ത ഒരുപാട് കഥാപാത്രങ്ങളും ഒരുപാട് ട്വിസ്റ്റുകളൊക്കെയാണ് ഇപ്പോൾ മഴ തോരും മുൻപേ സീരിയലിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും. കാരണം ഇത്രയും കാലം നമ്മൾ കണ്ടിരുന്നത് കടപ്പാട്ടൂരിലെ കുറച്ച് വിശേഷങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെയൊന്നും അല്ല നടക്കാൻ പോകുന്നത്. നമ്മുടെ കേണൽ സാറിൻ്റെ ഫാമിലിയിലേക്ക് കൂടുതലായിട്ട് ആഴ്ന്നിറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അന്നേരമാണ് നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ചുരുളഴിയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് ഇതൊക്കെ കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബായ്.